അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വലിയ അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ നമ്മൾ കാണാനിടയാകും. പ്രിയപ്പെട്ടവർ, നമ്മൾ യേശുവിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞതായുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് വേണ്ടത് ആവശ്യമാണ്. കാരണം അത് നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ യേശുവിനെ കിട്ടി അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ളൊരു ആത്മബന്ധം, അതാണ് നമുക്ക് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ കർത്താവിനെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഒന്നാമതായിട്ട് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, നമുക്ക് ആ സാക്ഷ്യം ലഭിച്ചതിന് ശേഷം നമ്മളത് എത്ര പേരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, യേശുവിനെ നമുക്ക് കൊടുക്കാനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ടത്. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഈ ഭൗതിക നേട്ടങ്ങളെക്കാളൊക്കെ ആയിട്ട് ഉപരിയാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ആത്മബന്ധം പുലർത്തുന്നുവോ, എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നുവോ, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്നുവോ, പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കാരണം ദൈവത്തെ, അതായത് യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറയുമ്പോൾ യേശു നമുക്ക് വേണ്ടിയിട്ട് അവിടെ പിതാവിനോട് മാധ്യസ്ഥം വഹിക്കുകയാണ്. അതുപോലെ അത് വചനമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ യേശുവിനെ തള്ളിപ്പറയുമ്പോൾ അവനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ തള്ളിപ്പറയുകയാണ്. അപ്പം നമുക്ക് ആവശ്യം എന്താണ്? കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തണം, അല്ലേ? പേര് രേഖപ്പെടുത്തെങ്കിൽ മാത്രമാണ് പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ ഇടയിലേക്ക് കൃപ ഒഴുകത്തുള്ളൂ. അപ്പം നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ നൊയമ്പ് കാലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വേണ്ട ഒന്നാണ് ദൈവവുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മൾ ആദ്യം കുറിക്കേണ്ടത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അമ്മ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലേ? എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാതെ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. സമയത്തിന്, ആ ദൈവിക സമയത്തിന് നടക്കുമ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അമ്മയിലൂടെ നമ്മൾ യേശുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും ദൈവവുമായിട്ടുള്ള ആത്മബന്ധം അത് അധികമായിട്ട് കൊണ്ടുപോകാനുമായിട്ട് പ്രിയപ്പെട്ടവരെ ശ്രമിക്കുക. അപ്പോൾ ഈ 8 നൊയമ്പ് ഏറ്റവും അധികമായിട്ട് യേശുവിനെ അനുഭവിക്കാൻ പറ്റാത്തവർ